ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്ക്ഡൗൺ ആയതോടെ എല്ലാ വീടുകളിലും സ്റ്റാർ ആയൊരു വിഭവമാണ് നുറുക്ക് ഗോതമ്പ് അല്ലേ. വെറും ഒരു പായസവും ഉപ്പുമാവും മാത്രം ഉണ്ടാക്കിയിരുന്ന ഈ നുറുക്ക് ഗോതമ്പ് വെച്ച് ഇപ്പോൾ ഉണ്ടാക്കാത്തതായിട്ട് ഒന്നുമില്ലെന്ന് തന്നെ പറയാം. ഇത് വെച്ചുണ്ടാക്കുന്ന പലതരം പലഹാരങ്ങൾ, സ്വീറ്റ്സ്, എന്തിന് കേക്കിൻ്റെ പോലും റെസിപ്പികൾ ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് കാണാം. ഞാനും കുറച്ച് മുന്നേ നുറുക്ക് ഗോതമ്പ് വെച്ചൊരു ഹൽവയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാലും നിങ്ങൾക്ക് അതിന് ലിങ്ക് കാണാം. അപ്പോൾ ഇന്ന് ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ച് ജലാറ്റിനും ചനാഗ്രാസും കോൺഫ്ലോറും ഒന്നും ചേർക്കാതെ തന്നെ വെറും 4 ചേരുവകൾ മാത്രം വെച്ചുണ്ടാക്കാവുന്ന നല്ലൊരു കിഡിലിൻ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എത്ര കഴിച്ചാലും മതി വരാത്ത ഈ പുഡിംഗ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്നുണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പി നോക്കാം അല്ലേ. ഇനി ഇതുപോലുള്ള ഒരുപാട് റെസിപ്പികൾ ജാഷീസ് കുക്ക് ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിടാം. നിങ്ങൾക്ക് ഏത് നുറുക്ക് ഗോതമ്പ് വേണമെങ്കിലും എടുക്കാം. നല്ല ചെറിയ തരം നുറുക്ക് ഗോതമ്പ് അവൈലബിൾ ആണ്, അതായാലും കുഴപ്പമൊന്നുമില്ല. 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായി ഒന്ന് അരഞ്ഞ് കിട്ടാൻ ആദ്യം 1/2 കപ്പ് പാല് മാത്രം ഒഴിച്ചൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അതിനുശേഷം പിന്നെ ബാക്കി 1/2 കപ്പ് പാല് കൂടെ ഒഴിച്ച് അടിച്ചെടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നുറുക്ക് ഗോതമ്പിൽ പാല് മുഴുവനായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത്രയും പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു ബൗളിൽ 170 ഗ്രാമുള്ള ഇതുപോലത്തെ 2 കപ്പ് തൈര് എടുക്കാം. നല്ല കട്ടിയുള്ള തീരെ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യം. ഇങ്ങനത്തെ തൈര് ഇപ്പോൾ നാട്ടിലും ചെറിയ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണല്ലോ അല്ലേ. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് അടിച്ചു വെച്ച പാല് കുറച്ചായി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഇതുപോലെ നുറുക്ക് ഗോതമ്പ് കുതിർത്ത് അതിൽ നിന്ന് പാലെടുത്ത് കൽക്കണ്ടൊക്കെ ചേർത്ത് കുറുക്കി കൊടുക്കാറുണ്ടല്ലേ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുറുക്കാണത്. നുറുക്ക് ഗോതമ്പിൻ്റെ പുഡിങ് ആ ഒരു സെയിം മെത്തേഡിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ കുറുക്കിയിട്ടല്ല കേട്ടോ വേവിക്കുന്നത്, നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പശുവിൻ പാൽ ചേർത്ത് അടിച്ചത് കൊണ്ടും പിന്നെ തൈര് ചേർക്കുന്നത് കൊണ്ടും ഇത് നുറുക്ക് ഗോതമ്പ് വെച്ചുണ്ടാക്കിയതാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഫ്ലേവറിനായിട്ട് വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്കായ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 4 ചേരുവ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റ് ഈ പുഡിങ്ങിന് കിട്ടും. ഞാൻ ആദ്യം 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മധുരം നല്ല കുറവ് തോന്നിയപ്പോൾ 1/4 കപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിന് പകരം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. പക്ഷേ ടേസ്റ്റ് എന്നും പറയുന്ന പോലെ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാകും. നിങ്ങൾക്ക് പുഡിങ് കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾക്കിത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ കഴിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ ഇത് നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നല്ല പാകമാണ്. ഇതിന് നമുക്ക് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ട്രേയിലേക്ക് മാറ്റാം. ഞാൻ മുഴുവനും ഒരു ട്രേയിൽ തന്നെ ഒഴിക്കുന്നില്ല, വേറൊരു ചെറിയൊരു പാത്രത്തിൽ കൂടെ ആക്കുന്നുണ്ട്. വലിയ പാത്രത്തിലുള്ളത് ആവിയിൽ വേവിച്ചെടുക്കുകയും ചെറിയ പാത്രത്തിലുള്ളത് മൈക്രോവേവ് ഓവനിലൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായി വെക്കുന്നുണ്ട്. നമുക്ക് പുഡിങ് മിക്സ് ഒഴിച്ച പാത്രം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. നിർബന്ധമൊന്നുമില്ല, ആവി തട്ടുമുണ്ടാകുന്ന വെള്ളം ഇതിൽ വീഴാതിരിക്കാൻ വേണ്ടി മാത്രം കവർ ചെയ്യുന്നതാണ്. വെള്ളം നന്നായി തിളച്ച് വന്നാൽ ഇതുപോലെയുള്ള അരിപ്പ പാത്രത്തിന് മുകളിലായിട്ട് ട്രേ വെച്ചെടുക്കാം.
ഇതിന് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നേരം നമുക്ക് വേവിക്കാം. അത് ചിലപ്പോൾ ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ച് ടൈം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഞാൻ ചെറിയ ട്രേയിൽ പെട്ടെന്നൊന്ന് ഓവനിൽ വേവിച്ചെടുക്കുന്നുണ്ട്. മൈക്രോവേവ് ഓവൻ ആകുമ്പോൾ 6-7 മിനിറ്റിനുള്ളിലായിട്ട് റെഡിയായി കിട്ടും. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി നമുക്കിത് തുറക്കാം. ഞാനൊരു 15 മിനിറ്റ് ആയപ്പോൾ ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയിരുന്നു എന്തോന്ന്. അതാണ് കേട്ടോ നടുക്കിൽ ചെറിയൊരു ഹോൾ കാണുന്നത്. ഇത് നന്നായി ഒന്ന് തണുത്ത് വന്നാൽ സൈഡ് ഭാഗം കുറച്ചൊക്കെ വിട്ട് വന്നിട്ടുണ്ടാകും. വിട്ട് വരാത്ത ഭാഗം ഇതുപോലെ സ്പാച്ചിൽ വെച്ചോ കത്തി വെച്ചോ ഒന്ന് സെപ്പറേറ്റ് ആക്കാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ ചേർക്കുന്ന ഓരോ ചേരുവകൾക്കനുസരിച്ച് ഓരോ പുഡിങ്ങിൻ്റെയും ടെക്സ്ചറിൽ വ്യത്യാസം ഉണ്ടാകും. നല്ല ക്രീമി ടെക്സ്ചറിലുള്ള പുഡിങ്ങൊന്നും പെർഫെക്റ്റായി ഡീമോൾഡ് ചെയ്യാനോ കട്ട് ചെയ്തെടുക്കാനോ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാലും ഞാൻ ഒരുവിധം സ്വീറ്റൊക്കെ അതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്പൂണിലെടുത്തൊക്കെ സെർവ് ചെയ്യുന്നത് കാണിക്കാറുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്യാരറ്റ് ഹൽവ പോലുള്ള സ്വീറ്റൊക്കെ കൂടുതലായും ട്രയൽ വെച്ച് തന്നെ പ്രസൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ മോൾഡ് വെച്ച് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാൻ എല്ലാവരും ചെയ്യാറുള്ളത്. അല്ലാതെ ആ ഒരു ടെക്സ്ചറിലുള്ള സ്വീറ്റൊക്കെ കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത് പോലെ പെർഫെക്റ്റായി കട്ട് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കതുപോലെ അവർ ചെയ്ത് കാണിച്ച് തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തതിന് ശേഷം ഫോട്ടോയിൽ ഒരു ഭംഗിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുപോലെ നിങ്ങൾക്കും മിക്കവാറും അത് തന്നെയാവും ഇഷ്ടപ്പെടുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നുറുക്ക് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഹൽവയും കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. കുറേ പേരുണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ 2 റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.